സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 47-ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാര സമരം കൂടി കടുപ്പിക്കുമ്പോൾ അനുനയ നീക്കത്തിനായി സർക്കാർ ശ്രമിക്കുമെന്നാണ് ആശാ വർക്കർമാരുടെ പ്രതീക്ഷ. സ്വന്തം നിലയ്ക്ക് അധിക വേതനം നൽകാൻ 10-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നതിനെ ആശമാർ സ്വാഗതം ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം 47-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം നിരാഹാര സമരം 9 ദിവസം പിന്നിടുന്നു. അനുനയ നീക്കവുമായി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് ആശാ വർക്കർമാരുടെ പ്രതീക്ഷ. ഓണറേറിയം വർദ്ധിപ്പിക്കുകയും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നതുവരെ സമരം തുടരാനാണ് ആശമാരുടെ തീരുമാനം. അതെങ്കിലും ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാണ്, ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം അതല്ലാതെ നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല. കാരണം സ്ത്രീകൾ അത്രമേൽ ദുരിതാവസ്ഥയിലാണ്. പിരിഞ്ഞു പോകാറായിരിക്കുന്ന ആളുകൾ അവരെങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്നുള്ള ഒരു അനിശ്ചിതത്വം അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യൂണിയനെ സംബന്ധിച്ചിടത്തോളം, യൂണിയൻ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അനിശ്ചിതത്വത്തിലും അത്രമാത്രം ദുരിതത്തിലുമായിരിക്കുന്ന ആശാപ്രവർത്തകരെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സമരം തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. പൊതുസമൂഹം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. സ്വന്തം നിലയ്ക്ക് അധിക വേതനം നൽകാൻ 10-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നതിനെ ആശമാർ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന സർക്കാരിന് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് പുതുച്ചേരി സർക്കാർ തെളിയിച്ചെന്നും ആശമാർ പറഞ്ഞു. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലിപ്പം ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കുന്ന നിലപാടും നമ്മൾ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ്. പക്ഷേ അതിനകത്തുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 മാസം കഴിയുന്നവരത്തേക്ക് അവരുടെ ഭരണം അവസാനിക്കും. അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ലല്ലോ. ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ഇപ്പം അങ്ങനെ UDFും BJP ഒക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളോ അല്ലെങ്കിൽ കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ ഒക്കെ അത്രയും ഒരു തീരുമാനമെടുത്തതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. നമ്മുടെ മൂവ്മെൻറ്റിലൂടെയാണ് അത് കഴിഞ്ഞത്. പക്ഷേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇപ്പോൾ പുതുച്ചേരിയിൽ വന്നിരിക്കുന്ന ഈ ഓണറേറിയം വർധന, അത് നമ്മുടെ സമരത്തിലൂടെ ഈ രാജ്യത്തിന് മുന്നിൽ ആശാവർക്കർമാരുടെ വിഷയം എത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നതെന്ന് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിലൂടെയാണ്. കാരണം ഇതിന്ന് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വർദ്ധിപ്പിക്കാൻ കഴിയുമല്ലോ. അതാണല്ലോ ഇപ്പോൾ പുതുച്ചേരിയിൽ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ പിടിവാശി ഉപേക്ഷിച്ച് നമ്മളുടെ അടുത്ത് ചർച്ചയ്ക്ക് വരുമെന്നും ഇത് പരിഹരിക്കുമെന്നുള്ള പൂർണ്ണമായൊരു വിശ്വാസത്തിലാണ്. വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. എന്നാൽ ആശമാർക്ക് ആനുകൂല്യം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിൻ്റെതെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.